ഏവർക്കും സ്വാഗതം, വെൽക്കം. ഇന്ന് നോമ്പ് കാലം 4-ാം ദിവസം എന്ന് പറഞ്ഞാൽ 2026 ആണ്ട് ഫെബ്രുവരി 21-ാം ദിവസം. ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മുടെ പൊതുവായ പരിഗണനയ്ക്ക് വേണ്ടി മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വളരെ അധികം പ്രത്യേകതകളുള്ള ഒരു സംഭവം, ഭൂതഗ്രസ്തനായ ഒരു വ്യക്തിയുടെ അവസ്ഥ, ആ അവസ്ഥയിൽ യേശുവിൻ്റെ ഇടപെടൽ, അതുമൂലം സംഭവിക്കുന്ന സൗഖ്യം അല്ലെങ്കിൽ ആശ്വാസം, ആ വ്യക്തിയുടെ പുനരുദ്ധാരണം, ഇതാണ് നമ്മുടെ ചിന്താ വിഷയം. ഞാനൊരിക്കൽ അനേക നാളുകൾക്ക് മുൻപാണ് ഡോക്ടർ ജേക്കബ് കെ ജോൺ, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരിൽ സെൻറ്റർ ഫോർ മെൻ്റൽ ഹെൽത്ത് ഓർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മെൻ്റൽ ഹെൽത്തിൻ്റെ ഹെഡായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സുമായിട്ട് ഒന്ന് ഇൻറ്ററാക്ട് ചെയ്യാനായി എന്നെ ക്ഷണിച്ച ആ സംഭവം ഓർത്തു പോവുകയാണ്. അപ്പോൾ അവരെന്നോട് ചോദിച്ച ചില ചോദ്യങ്ങളിൽ ഒന്ന്, താങ്കൾ വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്നു, യേശുവിൻ്റെ കാലത്ത് ഭൂതങ്ങളെ പുറത്താക്കി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു, അങ്ങനെ സംഭവങ്ങൾ സുവിശേഷങ്ങളിൽ കാണാവുന്നതാണ്. യഥാർത്ഥത്തിൽ ഭൂതബാധ അല്ലെങ്കിൽ ഭൂതഗ്രസ്തമായ അവസ്ഥ ഉണ്ടോ, താങ്കൾ അതിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചത് ഞാനിപ്പോൾ ഓർത്തു പോകുകയാണ്. എന്താണ് ഈ ഭൂതഗ്രസ്ത അവസ്ഥ? ആധുനിക ലോകത്തിൽ നാം അതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് ആ ഒരു ഇൻറ്ററാക്ഷൻ, ആ ഒരു മീറ്റിങ്ങിൽ ഒരു ചർച്ചാ വിഷയമായി പൊന്തി വന്നത് ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. അന്ന് ഈ വിഷയത്തെപ്പറ്റി ഞാൻ വേണ്ടതുപോലെ ധ്യാനിക്കുകയോ വിശകലനം ചെയ്യുകയോ ചെയ്യാതിരുന്നത് കൊണ്ട് ഞാൻ വളരെയധികം ചിന്താക്കുഴപ്പത്തിലായി. അതുകൊണ്ട് എന്നിൽ നിന്ന് എന്തെങ്കിലും ഒരു അഭിപ്രായം പ്രതീക്ഷിച്ച് സതുദ്ദേശത്തോടുകൂടെ ഈ ചോദ്യം ഉന്നയിച്ച ഡോക്ടർ ജേക്കബ് കെ ജോണും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും നിരാശരായിപ്പോയി എന്ന് സമ്മതിക്കുന്നതിൽ എനിക്ക് മടിയില്ല, ലജ്ജയുണ്ടെങ്കിലും ഞാൻ ആ സത്യം നിങ്ങളോട് പറയുകയാണ്. അതിനുശേഷം ഞാൻ ഈ ചോദ്യം, ഈ പ്രശ്നം, ഈ പ്രതിഭാസം മനസ്സിലാക്കാൻ അല്പമൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. തൽഫലമായി അന്നത്തെ അവസ്ഥയിൽ നിന്ന് അല്പം മുൻപോട്ട് പോകുവാൻ ഇടയായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് മനസ്സിൽ നിശബ്ദമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ചിന്തകൾ നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഭൂതഗ്രസ്തനാകുക, ഭൂതബാധ എന്ന് പറഞ്ഞുകൊണ്ടോ ഉണ്ട് എന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അത് സാധാരണ ആളുകൾ മനസ്സിലാക്കുന്നത് പോലെ, അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പൊതു അഭിപ്രായം പോലെയല്ല, അതിൽ നിന്ന് തുലവും വ്യത്യസ്തമായ വിധത്തിലാണ് ഈ ഭൂതഗ്രസ്തൻ്റെ അവസ്ഥയെ ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒന്ന് വെളിപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഏവർക്കും ഇത് പ്രതികരിക്കത്തക്കവണ്ണം, അങ്ങനെ പ്രതികരണത്തിൽ കൂടെ എനിക്ക് തിരുത്തൽ ആവശ്യമെങ്കിൽ അത് പ്രാപിക്കാനുള്ള അവസരം കൂടി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഞാൻ മുൻപോട്ട് പോകട്ടെ. അപ്പോൾ ഇവിടെ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, ഗദര എന്ന് പറയുന്ന സ്ഥലത്ത്, അത് ഡെക്കാപ്പോലിസ് എന്ന് പറയുന്ന ഒരു പ്രവിശ്യയിലാണ്, പ്രോവിൻസിലാണ് യേശു വരുമ്പോൾ അവിടെ കല്ലറകളുടെ മധ്യത്തിൽ വസിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടുമുട്ടുന്നു. എ മാൻ ലിവിങ് എമംഗ് ടൂംസ്. അത് വളരെ പ്രത്യേകതയുള്ളതാണ്. വേദപുസ്തകത്തിൽ ഒരിടത്തും വേറൊരു സംഭവം ഇതിനോട് സമമായി രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രത്യേകതയുള്ളതാണ്, നമ്മൾ ശ്രദ്ധ അർഹിക്കുന്നതുമാണ്. ഒരു മനുഷ്യൻ കല്ലറകളുടെ മധ്യത്തിൽ വസിക്കുകയാണ്. അവന് സമൂഹത്തിൽ വസിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു. സമൂഹം അവനെ അടിച്ചോടിച്ച് അവൻ ഇന്ന് അവലംബമായിരിക്കുന്നത്
കല്ലറകളുടെ മധ്യത്തിലുള്ള ഇടങ്ങളാണ് എന്ന ഒരവസ്ഥയാണ്. എന്തുകൊണ്ടാണ് സമൂഹം അവനെ അവിടെ മധ്യത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്തത്? അവർ പറയുന്നു അവൻ ഭൂതഗ്രസ്തനാണ്, അവൻ ഭൂതഗ്രസ്തനാണ് ക്ഷമിക്കണം എന്ന നിഗമനത്തിൽ അവരെത്തിച്ചേരാനുള്ള അടിസ്ഥാനം എന്താണ്? ഗ്രൗണ്ട് എന്താണ്? അവൻ അലറുന്നു, വളരെയധികം അക്രമാസക്തമാകുന്നു, വലിയ വലിയ കല്ലുകൾ എടുത്ത് തന്നെ മുറിവേൽപ്പിച്ച് ചതച്ച് നിണം മാറുന്ന നടക്കുന്നു. എന്നെ കാണുന്നവർക്ക് പേടിയാകുന്നു. എല്ലാവരുടെയും സ്വര്യം കെടുത്തുന്ന വിധത്തിലാണ് അവൻ നടക്കുന്നതും പ്രവർത്തിക്കുന്നതും സംസാരിക്കുന്നതുമെല്ലാം. അപ്പം ഞങ്ങളുടെ പൊതുവായ തലവേദനയാണ് അവൻ എന്നതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് തീരുമാനം എടുത്തു, അവനെ എവിടെ നിന്ന് ഓടിച്ചു കളഞ്ഞാൽ നമ്മുടെ പ്രശ്നം കഴിയും. അവൻ്റെ പ്രശ്നം അവൻ കൈകാര്യം ചെയ്തോട്ടെ, ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾ ഇതുകൊണ്ട് പരിഹരിച്ചു. അങ്ങനെ അവനിപ്പോൾ അവിടെ താമസിക്കുന്നു, അവൻ അവിടെ സന്തോഷം, ഞങ്ങൾ ഇവിടെ താമസിക്കുന്നു, ഞങ്ങൾക്ക് സമാധാനം. അപ്പം ഇതാണ് അതിനകത്തെ അവസ്ഥ. ഈ സംഭവത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാകണമെങ്കിൽ അവിടെ 15-ാം വാക്യത്തിൽ ഒരു സൂചന നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഭൂതഗ്രസ്തനായ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ച് ഇരിക്കുന്ന കാര്യം ഗദര എന്ന പട്ടണത്തിലെ ആളുകൾ കേട്ടപ്പോൾ അവർ കൂട്ടം കൂട്ടമായി വന്നത് അങ്ങനെ തന്നെ ആണോ എന്ന് ഒന്ന് തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി ഒന്ന് നോക്കുമ്പോൾ അവരെന്താണ് കാണുന്നത്? അവിടെ വളരെ വളരെ ശ്രദ്ധേയമായ ഒരു പദപ്രയോഗം നടത്തുന്നുണ്ട്. അവൻ സുബോധം ലഭിച്ചവനായി യേശുവിൻ്റെ കാൽ കീഴെ പാദപീഠത്തിൽ ഇരിക്കുന്നതായിട്ടാണ് അവർ കാണുന്നത്. ഏറ്റവും ശ്രദ്ധേയമാണ് അവന് സുബോധം ലഭിച്ചിട്ട് എന്ന് പറഞ്ഞാൽ അന്ന് വരെയും അവനില്ലാത്തൊരു കാര്യമായിരുന്നു സുബോധം എന്നുള്ളത്. സുബോധം എന്നതിന് സ്വന്തം ബോധമെന്നും തന്നെ പറ്റിയുള്ള ബോധമെന്നും അതിൻ്റെ ഒരു പര്യായം എന്നോണം നല്ല ബോധമെന്നും അർത്ഥം കൊടുക്കാവുന്നതാണ്. സുബോധം. അപ്പോൾ ആ ഒരു നല്ല അവസ്ഥ അവൻ പ്രാപിച്ചിരിക്കുന്നു. അപ്പം ഇതിന് മുമ്പുള്ള അവൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ഒന്ന് തിരിച്ചറിയേണ്ട കടമ വായിക്കുന്ന, ഇതിനെപ്പറ്റി ധ്യാനിക്കുന്ന ആളുകളായ നമുക്ക് എവർക്കും ഉണ്ട്. അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവന് സുബോധം പ്രാപിച്ചിരിക്കുന്നു എങ്കിൽ അതിന് മുൻപുണ്ടായിരുന്ന അവസ്ഥയിൽ അവന് സുബോധമില്ലായിരുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ആ സുബോധമില്ലാതിരുന്ന അവസ്ഥ എന്തായിരുന്നു? എന്തുകൊണ്ടാണ് അവൻ ഇപ്രകാരം പ്രവർത്തിക്കുകയും മറ്റുള്ളവർക്ക് ഭയം ജനിപ്പിക്കുന്ന വിധത്തിൽ ജീവിക്കുകയും ചെയ്തത് എന്നതിൻ്റെ ഉത്തരം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. മനഃശാസ്ത്രം അല്പമൊക്കെ ഈ കാര്യത്തിൽ നമ്മളെ സഹായിക്കുന്നത് കൊണ്ട് നമ്മുടെ അന്വേഷണം കുറച്ചുകൂടി എളുപ്പമാണ്. ഈ ഒരു വ്യക്തിയെ ചിത്രീകരിക്കുന്നത് നാം ഒന്ന് പരിശോധിച്ചാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുമാറ് ആധുനിക മനഃശാസ്ത്രം വെളിപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങളെ അടുക്കി പെറുക്കിയാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അന്ന് മനഃശാസ്ത്രം ഉണ്ടായിരുന്നു എന്നല്ല ഞാനീ പറയുന്നത്. അന്ന് മനുഷ്യന് മനസ്സുണ്ടായിരുന്നത് കൊണ്ട്, മനസ്സിനെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ഈ കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് അങ്ങനെ വെളിപ്പെടുത്തലുകൾ അതിമനോഹരമായി നടത്തപ്പെട്ടതിൽ എനിക്ക് അതിശയമില്ല എന്ന സമയത്ത് അത് സൂചിപ്പിക്കുക മാത്രമേ ചെയ്യുന്നു. അപ്പോൾ ഈ വ്യക്തിയെ നാം പരിഗണിക്കുമ്പോൾ ഏറ്റവും കൃത്യമായി വെളിപ്പെട്ട് വരുന്നത് അവനിൽ നിന്ന് പരിപൂർണമായി അന്യവൽക്കരിക്കപ്പെട്ട അവസ്ഥയിലാണ്. എൻ്റെ ഈ ആശയ അവതരണത്തിൻ്റെ ഏറ്റവും കാതലായ ഭാഗമാണിത്. Here is the picture of a man who is completely alienated from himself. ഇതാ ഈ മനുഷ്യനെ നിങ്ങൾ നോക്കൂ. അവനിൽ നിന്ന് തന്നെ പരിപൂർണമായി അന്യവൽക്കരിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഇത് 15-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവന് സുബോധം ലഭിച്ചു. യേശുവിൽ കൂടെ അവന് സുബോധം ലഭിച്ചു. പിന്നെ എങ്ങനെയാണ് അതിന് മുൻപ് അവന് സുബോധം നശിച്ചു പോയത്? അത് വളരെ കൃത്യമായി മനസ്സിലാക്കി. ഞാൻ ഈ സംഭവത്തെ മനസ്സിലാക്കാനായി അനേക പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്.
എന്നാൽ ഒന്നിൽ നിന്ന് ഞാൻ ഒട്ടും അതിശയോക്തി പറയുകയല്ല, തൃപ്തികരമായ ഒരു വിശദീകരണം ലഭിക്കാഞ്ഞതുകൊണ്ട് പല വർഷങ്ങളായി എൻ്റേതായ അന്വേഷണങ്ങൾ നടത്തി മനസ്സിലാക്കാൻ സാധിച്ച കാര്യങ്ങളാണ് നിങ്ങളുമായി ഇപ്പോൾ പങ്കിടുന്നത്. അപ്പോൾ അവൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പരിപൂർണമായി അന്യവൽക്കരിക്കപ്പെട്ടു. ആ അവസ്ഥയിൽ അവനെ കൊണ്ടാക്കിയത് ആരാണ്? അതിൻ്റെ ഉത്തരം അവിടെ അതിമനോഹരമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താണ്? യേശു അവനോട് ചോദിക്കുന്നു, നീ ആരാണ്? വളരെ വളരെ പ്രത്യേകതയുള്ള ചോദ്യമാണ്, വളരെ പ്രസക്തമായ ചോദ്യമാണ്. അന്യവൽക്കരിക്കപ്പെട്ട ഒരു വ്യക്തിയോട് ചോദിക്കേണ്ട ചോദ്യമാണ്, നീ ആരാണ്? അത് അവനെ ഇപ്പോൾ അടക്കി ഭരിക്കുന്ന അശുദ്ധാത്മാവിനോടാണ് ചോദിക്കുന്നത് എങ്കിലും ആ ചോദ്യം അവനോട് തന്നെയാണ്. പക്ഷെ അവൻ ഇപ്പോൾ അശുദ്ധാത്മാവാണ്, അശുദ്ധാത്മാവ് അവനാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ വ്യക്തിത്വം 100% ഇല്ലാതെയായി. പിന്നെ അവശേഷിക്കുന്നത് ഈ അന്യവൽക്കരിക്കപ്പെട്ട ഒരു പേക്കോലമാണ്. ഇത് വളരെ വളരെ സൂക്ഷ്മമാണ് എങ്കിലും അതിമനോഹരമാണ്. അപ്പം അങ്ങനെ ആ അവസ്ഥയിൽ അവനെ ആക്കി വെച്ചത് അവൻ്റെ സമൂഹമാണ് എന്നൊരു സൂചന അവിടെയുണ്ട്. അതെന്താണ്? അങ്ങനെ യേശുവിൻ്റെ ഇടപെടൽ കൊണ്ട് സൗഖ്യം പ്രാപിച്ച് സുബോധം പ്രാപിച്ചവനായി ഒരു നോർമൽ മനുഷ്യനെ പോലെ അവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ട് ഗദര എന്ന പട്ടണത്തിലെ ആളുകൾ വന്ന് അവർ ഭയചകിതരായി യേശു അവരുടെ മധ്യത്തിൽ നിന്ന് ഉടനെ വിട്ടുപോകണം എന്ന് നിർബന്ധം പിടിക്കുന്നത് നാം അവിടെ കാണുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? എന്തുകൊണ്ടാണ് അതങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഗദര എന്ന പട്ടണത്തിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വരുമാനമാണ് അവരുടെ അയൽക്കാരനേക്കാൾ അവർക്ക് വലുത് എന്നത് തന്നെയാണ്. ഇവിടെ നാം അല്പം ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കണം. ഗദര എന്ന പട്ടണത്തിൽ യഹൂദന്മാരുടെ മറ്റൊരു പ്രോവിൻസിലും ഇല്ലാത്ത വിധത്തിൽ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പന്നികളെ വളർത്താനും പന്നി മാംസം കച്ചവടം നടത്തുവാനുമുള്ള അവകാശം ഉള്ള സ്വാതന്ത്ര്യം യഹൂദ്യയിലോ മറ്റ് ഇടങ്ങളിലോ നസ്രയത്തിലോ കപ്പർന്നഹൂമിലോ യെരുശലേമിലോ അങ്ങനെ എങ്ങും ഉണ്ടായിരുന്നില്ല. ഈ ഗദര എന്ന് പറയുന്ന സ്ഥലം ഡെക്കാപ്പുലിസ് എന്ന് പറയുന്ന പ്രോവിൻസിന്റെ ഭാഗമായിരുന്നു. ഈ ഡെക്കാപ്പുലിസ് അന്ന് ഭരിച്ചിരുന്ന റോമൻ സാമ്രാജ്യത്തിൻ്റെ പ്രതിനിധിയായിരുന്ന റോമൻ പ്രോക്യൂറേറ്റർ യേശുവിൻ്റെ വിചാരണ ചെയ്യുമ്പോൾ അത് പൊന്തിയോസ് പിലാത്താണ് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം ഈ ഡെക്കാപ്പുലിസിലായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ പരിധിയിൽ യഹൂദന്മാരുടെ നിയമങ്ങൾ ബാധകമല്ലായിരുന്നു. അല്ലെങ്കിൽ മുസ്ലിങ്ങളെ പോലെ യഹൂദന്മാർക്കും പന്നി ഹരാമാണ്. അപ്പം അതുകൊണ്ട് പന്നി ഇറച്ചി അവിടെ വിരളമാകയാൽ അതിൽ നടത്തുന്ന കച്ചവടം അമിത ലാഭം ഉണ്ടാക്കുവാൻ സഹായിച്ചിരുന്നു. ആ തക്കം നോക്കി പണത്തെ അത്രമാത്രം സ്നേഹിക്കുന്ന ആളുകൾ, ഗദര ആളുകൾ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി നടത്തിയ പരിപാടിയാണ് ഈ പിഗറി, ഈ പന്നി വളർത്തൽ. ആ പന്നി നശിച്ചുപോയി. 2000-ഓളം പന്നികൾ കടന്തൂക്കത്തോടെ കടലിൽ ചാടി ചത്തു. അങ്ങനെയാണ് ഈ മനുഷ്യന് അതിൽ കൂടെ അവൻ ആശ്വാസം വന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം എന്താണ്? ഈ വ്യക്തിക്ക്, ഭൂതഗ്രസ്തനായ മനുഷ്യന് ആശ്വാസം വരണമെങ്കിൽ ഈ 2000 പന്നികൾ ചാകേണ്ട ആവശ്യം എന്താണ്? അത് ഈ ഭാഗത്തെ വിശദീകരിക്കുന്ന ഒരു പുസ്തകത്തിൽ ഞാൻ ആ കണക്ഷൻ സ്പർശിച്ചതായി പോലും ഞാൻ കണ്ടിട്ടില്ല ഒരു പുസ്തകത്തിൽ. പക്ഷെ അവിടെയാണ് ഇതിൻ്റെ കണക്ഷൻ കിടക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മനുഷ്യനെ അവസ്ഥയിലാക്കിയത് ആ സമൂഹത്തിൻ്റെ സാംസ്കാരികവും ധാർമ്മികവും ധനപരവുമായ അവസ്ഥയാണ്. അത്യാർത്തിയാണ്, പണക്കൊതിയാണ്. മനുഷ്യനേക്കാൾ പണത്തെ സ്നേഹിക്കുന്ന ഒരു സമൂഹത്തിൽ വ്യക്തികൾക്കുണ്ടാകാവുന്ന ദുരവസ്ഥയെ ചിത്രീകരിക്കുന്നതാണ് ഈ മനുഷ്യൻ്റെ അവസ്ഥ. അതുകൊണ്ടാണ് നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ യേശുവിന് ലഭിക്കുന്ന ഉത്തരം എന്താണ്? ഞാൻ ലെഗിയോനാണ് എന്നാണ് പറയുന്നത്. ലെഗിയോൻ എന്ന് പറഞ്ഞാൽ ലീജിയൻ. ലീജിയൻ എന്ന് പറഞ്ഞാൽ റോമൻ ആർമിയുടെ, റോമൻ സൈന്യത്തിൻ്റെ ഒരു ഡിവിഷനാണ് ലീജിയൻ. 6000-ഓളം സൈനികർ വരുന്ന ഒരു വലിയ ഒരു വ്യൂഹമാണ് ഈ ലീജിയൻ എന്ന് പറയുന്നത്, ലെഗിയോൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളെ ഒരു പിശാചല്ല പിടിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. വേദപുസ്തകത്തിൽ 4 സുവിശേഷങ്ങളിൽ ഈ ഒരു സംഭവത്തിൽ മാത്രമേ ലെഗിയോൻ പിടിച്ചു എന്ന ഒരു
വെളിപ്പെടുത്തലുള്ളൂ. കാരണം എന്താണ്? ഈ ഗദര എന്ന പട്ടണത്തിൽ വസിക്കുന്ന അവിടെ 6000-ഓളം ആളുകൾ ഉണ്ടായിരുന്നിരിക്കാം. ഈ ഓരോരുത്തരും ഉണ്ടായിരുന്ന പണക്കൊതിയുടെ പിശാചാണ്. ഈ പണക്കൊതി കൊണ്ട് വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ അവനിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെടാൻ വഴിയൊരുക്കുന്ന ഏറ്റവും ശക്തിയേറിയ മർമ്മമാണ് പണം. പണക്കൊതി ഒരു മനുഷ്യന്റെ ഉള്ളിൽ വന്നാൽ പിന്നെ അവൻ പിശാചായിത്തീരും. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണല്ലോ യൂദാസ്. യേശുവിനെ എന്തുകൊണ്ടാണ് ഒറ്റിക്കൊടുത്തത്? 30 വെള്ളിക്കാശ്. പണക്കൊതി കൊണ്ടല്ലേ. പണക്കൊതി വന്നാൽ മനുഷ്യൻ പിശാചാകും, ഭൂതമാകും. ആ ഭൂതം എല്ലാവരെയും പിടിക്കും എന്നതിന് യാതൊരു സംശയമില്ല. അങ്ങനെ മനുഷ്യൻ സ്വയത്തിൽ നിന്ന്, ദൈവം സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ ആ മനുഷ്യത്വത്തിൻ്റെ മാഹാത്മ്യത്തെ പരിപൂർണമായി മറന്ന് ഉപേക്ഷിച്ച് ഏറ്റവും നികൃഷ്ടമായ വിധത്തിൽ ഏതെല്ലാം വിധത്തിൽ ഏത് തന്ത്രവും കുതന്ത്രവും ഉപയോഗിച്ചാലും ഞാൻ പൈസ ഉണ്ടാക്കും എന്ന വിധത്തിൽ ദൈവത്തെ മോഷ്ടിച്ചാലും ദൈവത്തെ പോക്കറ്റടിച്ചാലും ആരെ വഞ്ചിച്ചാണെങ്കിലും ദൈവത്തെ വിറ്റും പുണ്യാളന്മാരെ ഹോൾസെയിൽ കച്ചവടം നടത്തിയും ഞാൻ പണം ഉണ്ടാക്കും എന്ന വിധത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിൽ കൂടെ സംഭവിക്കുന്നത് മനുഷ്യൻ, ഒരു വ്യക്തി മാത്രമല്ല ഒരു സമൂഹമാകുവാനും മനുഷ്യത്വത്തിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെട്ട് അതിലെ അംഗങ്ങളെ പിന്നെ അടക്കി ഭരിക്കുന്നത് മറ്റേതോ ശക്തികളാണ്. അവർക്ക് അതീതമായ വേറെ ഏതോ ശക്തിയാണ്. ആ അവസ്ഥയുടെ പേരാണ് ഭൂതഗ്രസ്തമായ അവസ്ഥ എന്ന് പറയുന്നത്. അത് വളരെ വളരെ കൃത്യമാണ്. ഏതെങ്കിലും വ്യക്തി അവനെ ഏത് പ്രത്യേകതയോടെ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ ലക്ഷ്യത്തോടു കൂടെയാണോ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്, ഏതെല്ലാം ഗുണവിശേഷങ്ങൾ അവനിൽ ഉൾപ്പെടുത്തിയാണോ അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്, അവയൊക്കെയും മറന്നിട്ട് അവന് ബാഹ്യമായ സ്ഥിതി എന്ന ഏതോ ഒരു പ്രസ്ഥാനം, ഏതോ ഒരു സംവിധാനം, ഏതോ ഒരു ആശയ സംഹിത, ഒരു ഐഡിയോളജി, ഏതോ ഒരു പാർട്ടി അല്ലെങ്കിൽ ഏതോ ഒരു വ്യക്തി, അവയുടെ അടിമയായി അവിടെ നിന്ന് ലഭിക്കുന്ന പ്രലോഭനങ്ങളും നിർദ്ദേശങ്ങളും മാത്രം അനുസരിച്ച് സ്വന്തം മനസാക്ഷിയും വ്യക്തിത്വത്തെയും പൂർണ്ണമായി അവഗണിച്ച് പ്രവർത്തിക്കുമ്പോൾ അവനായിത്തീരുന്ന അവസ്ഥയുടെ പേരിൽ നാം കൊടുക്കേണ്ട പദം ഭൂതഗ്രസ്തൻ എന്ന് തന്നെയാണ്. കാരണം അവൻ ഇപ്പോൾ ജീവിക്കുന്നത്, ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, പ്രതികരിക്കുന്നത് അവൻ്റെ മൂല്യങ്ങൾ അനുസരിച്ചോ അവൻ്റെ മനസാക്ഷി അനുസരിച്ചോ അവൻ്റെ ഉള്ളിലുള്ള ദൈവികമായ അംശം, അവൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ്, അവൻ്റെ ഉള്ള വെളിച്ചം അനുസരിച്ചല്ല. പിന്നെയോ അവന് അതീതമായ, അവന് ബാഹ്യമായി സ്ഥിതി ചെയ്യുന്ന ചില സങ്കേതങ്ങളിൽ നിന്ന് വരുന്ന പ്രേരണകൾ, പ്രലോഭനങ്ങൾ, നിർബന്ധങ്ങൾ അനുസരിച്ച് അടിമയെ പോലെ അല്പം പോലും ആത്മീയമായ ധാർമ്മികമായ സ്വാതന്ത്ര്യമില്ലാതെ മറ്റേതോ സങ്കേതങ്ങളിൽ നിന്ന് വരുന്ന നിർബന്ധങ്ങൾ അനുസരിച്ച് മനുഷ്യൻ പ്രവർത്തിക്കുമ്പോൾ അവൻ്റെ വ്യക്തിത്വം അനുദിനം അധപ്പതിച്ചു പോവുകയും അവൻ മൃഗതുല്യമായ അവസ്ഥയിലായിത്തീരുകയും അവൻ എന്താണ് ചെയ്യുന്നത്, എന്താണ് നേടുന്നത്, അവൻ ഏത് കുഴിയിലാണ് വീഴാൻ പോകുന്നത് എന്നൊന്നും മനസ്സിലാക്കാൻ പോലുമുള്ള അടിസ്ഥാന സുബോധമില്ലാതെ, സുബോധം പരിപൂർണമായി നശിച്ച അവസ്ഥയിലാണ് ബഹുഭൂരിപക്ഷം ആളുകളും. നമ്മുടെ ചുറ്റും, നമ്മുടെ ഇടയിൽ, നമ്മുടെ സഭകൾക്കുള്ളിൽ, നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ പശുവിനെ കൊന്നുവെന്ന് പറഞ്ഞ് ജനത്തെ, പാവപ്പെട്ട ആളുകളെ തല്ലിക്കൊല്ലുന്ന ഒരവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇന്ന പള്ളിയിലാണ് ഞാൻ, അയാൾ അപ്പുറത്തെ പള്ളിയിലാണ്, അവനെ കണ്ടാൽ ഞാൻ തൊഴിക്കും എന്ന് പറയുന്ന ഓർത്തഡോക്സുകാരൻ്റെ മനോഭാവം ഒന്ന് ആലോചിച്ച് നോക്കി. കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്ന കത്തനാര് നടത്തുന്ന കുർബാന സ്വീകരിക്കുന്നവനെ ഞാൻ ഒന്ന് മാന്തും എന്ന് പറയുന്ന സീറോ മലബാർ സഭയിലെ പ്രാന്തനെ ഒന്ന് ആലോചിച്ച് നോക്കി. ആലോചിച്ച് നോക്കി. ഒരു സഭയിൽ മോഷണം നടത്തി, ആ മോഷ്ടിക്കുന്നത് നല്ലതാണ്, കാരണം കുപ്പായമിട്ടവനാണ് മോഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ അവൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അത് സ്വന്തം മനസാക്ഷി കൊണ്ട് പറയുന്നതാണോ, ദൂരെ ഒരു സങ്കേതത്തിൽ നിന്ന് വരുന്ന പ്രേരണയുടെ അടിമത്തം കൊണ്ട് പറയുന്നതാണ്? മനുഷ്യൻ അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ മാഹാത്മ്യം അനുസരിച്ച് പ്രവർത്തിക്കേണ്ട സ്വാതന്ത്ര്യം അടിയറ വെക്കുന്ന എല്ലാ സാഹചര്യത്തിലും അവൻ എത്തിച്ചേരുന്ന അവസ്ഥയുടെ പേരാണ് ഭൂതഗ്രസ്തമായ അവസ്ഥ. ഭൂതബാധിതനാണ് അവൻ. അവൻ്റെ ആത്മാവല്ല,
നല്ല ആത്മാവല്ല അവനെ നടത്തി ഭരിക്കുന്നത്. ഈ ഭാരതത്തിൽ ഇപ്പോൾ കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വരുന്ന അവസ്ഥയുടെ ഭീകരത നിങ്ങൾ മനസ്സിലാക്കുവാൻ ഈ സംഭവം സഹായിക്കുമെന്ന് സാന്ദർഭികമായി ഞാനൊന്ന് സൂചിപ്പിച്ചുകൊള്ളട്ടെ. ദയവായി ചിന്തിക്കുക. ഇത് അത്ര സരളമായ വിഷയമല്ല നാം കൈകാര്യം ചെയ്യുന്നത്. നാം അത്ഭുതപ്പെടേണ്ട ഒരു കാര്യം, മനുഷ്യൻ എങ്ങനെയാണ് ഇങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കും? എങ്ങനെ ഇപ്രകാരം പ്രവർത്തിക്കാൻ സാധിക്കുന്നു? ആ അവസ്ഥയുടെ പേരല്ലേ ഭൂതഗ്രസ്തമായ അവസ്ഥ. ആ ഭൂതബാധയില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വീകരിക്കാനൊക്കെ. പക്ഷേ നാം അറിഞ്ഞതുപോലെയുള്ള ഭൂതങ്ങളൊന്നുമില്ല, നമ്മൾ സൃഷ്ടിച്ചു വെച്ച. ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, മതങ്ങൾ അറിയുന്നതും ആരാധിക്കുന്നതും ആരാധിക്കപ്പെടണമെന്ന് ജനങ്ങളെ നിർബന്ധിക്കുന്നതുമായുള്ള എല്ലാ ദൈവങ്ങളും മനുഷ്യനിർമ്മിതമാണ്. അതുപോലെ തന്നെ മനുഷ്യരെ ബാധിക്കുന്ന എല്ലാ ഭൂതങ്ങളും മനുഷ്യ നിർമ്മിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഗദരയിലെ ആളുകളെ ബാധിച്ചിരിക്കുന്ന ഭൂതം. അവിടെ പണക്കൊതി കൊണ്ട് അവർ നിർമ്മിച്ചെടുത്ത ഒരു സാമ്പത്തിക കച്ചവട വ്യവസ്ഥതയിൽ മനുഷ്യത്വത്തിന് സംഭവിച്ച അടിമത്വം എത്ര ഭീകരമാണ്, അല്ലെങ്കിൽ പാളിച്ച അധപ്പതനം എത്ര ഭീകരമാണ് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു പ്രതിനിധിയാണ് ഈ ഭൂതഗ്രസ്തനായ മനുഷ്യൻ. അവനെ തന്നെ കല്ലുകൊണ്ട് ഇടിച്ചും മുറിവേൽപ്പിച്ചും ചതച്ചും അരച്ചും കഴിഞ്ഞുകൂടി എന്ന് പറയുന്ന അർത്ഥം എന്താണ്? അവൻ്റെ ശത്രുവായി എന്നല്ല എൻ്റെ അർത്ഥം. അവൻ അത്രമാത്രം അവനിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെട്ടു, ഏലിയനേറ്റഡ് ആയി എന്നല്ല എൻ്റെ അർത്ഥം. ആ ഒരു അവസ്ഥ എങ്ങനെയാണ് വരുന്നത്? അതൊരു സമൂഹത്തിൽ നിന്നാണ്. അതൊരു സമൂഹം ഒരു വ്യക്തിക്ക് നൽകുന്ന സമ്മാനമാണ്. അതിൽ നിന്ന് തുലവും വ്യത്യസ്തമായി യേശു അവന് നൽകുന്ന ഒരു ദാനമാണ് ഈ സുബോധം എന്നുള്ളത്. സമൂഹം, ഗദര എന്ന് പറയുന്ന സമൂഹം അവന് നൽകിയ സമ്മാനം എന്താണ്? ഈ ഭൂതഗ്രസ്തമായ അവസ്ഥ. 100% സ്വന്തം വ്യക്തിത്വത്തിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെട്ട് താൻ എന്താണ് ചെയ്യുന്നത്, തൻ്റെ തന്നെ ശത്രുവാണ് എന്ന് തിരിച്ചറിയാനുള്ള അടിസ്ഥാന ബോധം പോലും അവനിൽ നിന്ന് അകറ്റി അവനെ ഈ ഒരു അധപ്പതിച്ച അവസ്ഥയിലാക്കുകയും അതിനുശേഷം അവനെ തൊഴിച്ച് ശവക്കോട്ടയിൽ ഇട്ടിട്ട് ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾ സോൾവ് ചെയ്തു എന്ന് പറയുന്ന ധാർമ്മിക ബോധം മാത്രമേ ഇങ്ങനെ പണക്കൊതി കൊണ്ട് ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ഒരു സമൂഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവൂ എന്ന സൂചന എവിടെയുണ്ട്. ഈ സമൂഹം ആകമാനം ഭൂതഗ്രസ്തമാണ്. ഈ സമൂഹത്തിൻ്റെ ആത്മാവാണ് ഈ വ്യക്തിയെ ബാധിച്ചിരിക്കുന്നത് എന്നത് സൂചിപ്പിക്കാനാണ് അവനെ പിടിച്ച ഭൂതത്തിൻ്റെ പേര് ചോദിക്കുമ്പോൾ ഞാൻ ലെഗ്യോനാണ് എന്ന് പറയുന്നത്. ആ ലെഗ്യോൻ എന്നത് 6000 എന്ന അക്കത്തെ സൂചിപ്പിക്കുന്നു. അത് എനിക്ക് തോന്നുന്നത് അന്നത്തെയൊക്കെ പട്ടണങ്ങൾ വളരെ ചെറുതാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ആ പട്ടണത്തിലെ ജനസംഖ്യ ആയിരുന്നു 6000. ആ പട്ടണത്തിൻ്റെ ഭൂതമാണ് ഈ മനുഷ്യനെ പിടിച്ചത്. പണ്ടൊരു തമിഴ് പടം ഉണ്ടായിരുന്നു, കേട്ടിട്ടുണ്ട്, പട്ടണത്തിൽ ഭൂതം. പട്ടണത്തിൽ ഭൂതം, ഇത് പട്ടണത്തിലെ ഭൂതമായിരുന്നില്ല. നമ്മുടെ പട്ടണത്തിന് ഭൂതമുണ്ട്, നമ്മുടെ രാജ്യത്തിന് ഭൂതമുണ്ട്, നമ്മുടെ സമൂഹത്തിന് ഭൂതമുണ്ട്, നമ്മുടെ സഭകൾക്ക് ഭൂതമുണ്ട്. ശ്രദ്ധിക്കണം, നമ്മുടെ സഭകളുടെ ഭൂതം നമ്മെ പിടിച്ചിരിക്കുകയാണ്. സീറോ മലബാറുകാരനും ഓർത്തഡോക്സുകാരനും യാക്കോബക്കാരനും CSAക്കാരനും മർത്തമക്കാരനും കീർത്തമക്കാരനും ശ്രദ്ധിക്കണം, നിങ്ങളുടെ സഭകളുടെ ഭൂതം പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് സുബോധമില്ലാതെ നിങ്ങൾ സംസാരിക്കുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം ഇവിടെ പെരുക്കടയിലെ ഒരു മാർത്തോമ സഭയിൽ സംഭവിച്ച സംഭവത്തെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്തപ്പോൾ വളരെ കുപിതനായി ആ സഭയിലെ ഒരു സഭാ എരിവുകാരൻ എന്നോട് പ്രതികരിച്ചു. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഇതിൻ്റെ സത്യം എന്താണെന്ന് സൂചിപ്പിച്ച് തങ്ങളൊരിക്കൊരു ഓഡിയോ അയച്ചു തന്നാൽ ഞാൻ അത് പബ്ലിഷ് ചെയ്ത് ആളുകൾ ഏതായാലും സത്യം ജനം പറഞ്ഞാൽ മതിയല്ലോ, നമുക്ക് വേറെ താല്പര്യം. അപ്പോൾ അദ്ദേഹം എൻ്റെ പ്രതികരണം എന്താണെന്ന് അറിയാം, അത് ഞാൻ ചെയ്യത്തില്ല, കാരണം ആദ്യം ഞാൻ ചെയ്താൽ താങ്കളുടെ റീച്ച് വർദ്ധിക്കും, ഇത്രയേ ഉള്ളൂ. കാരണം സത്യം അറിഞ്ഞില്ലെങ്കിലും സാരമില്ല, എനിക്ക് റീച്ച് വർദ്ധിക്കരുത്. ഇത്രയ്ക്കുള്ള ബോധമേ ഒരു മാർത്തോമക്കാരനുള്ളൂ എന്ന് പറയുമ്പോൾ, അവനാണ് സഭാപ്രേമി എന്ന് പറയുമ്പോൾ മാർത്തോമാ സഭയുടെ അവസ്ഥ എന്താണ്? ദയവായി നിങ്ങൾ ഇതെല്ലാം ഭൂതഗ്രസ്തമായ അവസ്ഥയാണെന്ന് മനസ്സിലാക്കാനുള്ള അടിസ്ഥാനമായ തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ് എല്ലാവരും മാന്യന്മാരായി 56 ഇഞ്ച് പിരിച്ച് നടക്കുന്നത് എന്നുകൂടെ മനസ്സിലാക്കി. എന്നിട്ട് നോയമ്പാണ് എന്ന് പറയുകയും ചെയ്യും.
ഈ നോയമ്പിൽ 2026 നോയമ്പിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കണം. എന്താണ്? കർത്താവേ, സഭകളായി ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന ഈ ഭൂതഗ്രസ്തമായ അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ഞങ്ങൾക്ക് സുബോധം പ്രാപിക്കേണ്ടതിന് ഞങ്ങളുടെ മധ്യത്തിലും ഒന്ന് വരണമേ. ഞങ്ങളിപ്പോൾ ശവക്കോട്ടയ്ക്കുള്ളിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്നറിയാതെ ഞങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കയ്യിൽ നിന്നും മുഖത്ത് നിന്നും ശരീരത്തിൽ നിന്നും രക്തം വാർന്നു പോകുന്നുണ്ട്. ഞങ്ങളുടെ തന്നെ ചെയ്തികളാണ്. സുബോധമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചെയ്തു പോകുന്നതാണ്. ഞങ്ങൾക്ക് സുബോധം ലഭിക്കേണ്ടതിന് ഗദരയിൽ എപ്രകാരം അവിടെ നാഗതനായതുകൊണ്ട് ഒരു വ്യക്തിക്ക് സുബോധം ലഭിച്ചുവോ, അപ്രകാരം ഞങ്ങൾക്കും ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ മധ്യത്തിലും വരണമേ. ആമേൻ.